ഈയൊരവസ്ഥയിൽ അമ്മൂന് നമ്മുടെയൊക്കെ നല്ല വാക്കുകളാ ആശ്വാസം കൊടുക്കുന്നത്. ശ്രീകുട്ടിയുടെയും നിന്റെയും വിവാഹം നടത്തിയത് ഉൾപ്പെടെ അവൾ ചെയ്ത നന്മകളൊന്നും നമ്മൾ മറന്നുകൂടാ. ചെന്നേ, നീ ശ്രീകുട്ടിയുടെ അടുത്തേക്ക് ചെല്ല്. അവളോട് സംസാരിക്കേ. അവളുടെ പിണക്കൊക്കെ ഒന്ന് മാറട്ടെ. ചെല്ല് മോനെ. ശ്രീകുട്ടി അവിടെ വിഷമിച്ചിരിക്കായിരിക്കും. ചെല്ല്. ചെല്ലടാ. പാവം എന്റെ സഞ്ജു അല്ലാതെ വിഷമിക്കുന്നുണ്ട്. പക്ഷെ അമ്മൂന്റെ ഈ അവസ്ഥയിൽ എന്താ ചെയ്യാൻ പറ്റുക? സ്വാതി, സ്വാതി, ഫംഗ്ഷനിൽ ലച്ചു കൊണ്ടുവച്ചിരുന്ന ഡ്രസ്സ് ഞാൻ മനഃപൂർവ്വം എടുത്തിട്ടുണ്ട് വന്നതെന്ന് സ്വാതിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എന്റെ സ്വാതിയോട് അങ്ങനൊരു ചതി ചെയ്യൂ? ആ കാര്യത്തില് ലച്ചു നിരപരാധിയാ. ബർത്ത്ഡേക്ക് അവൾ ഗിഫ്റ്റ് വാങ്ങി കൊണ്ടുവന്നുള്ളത് ശരിയാ. സ്വാതി വീട്ടിലേക്ക് പോയതിനു ശേഷം ഞാൻ ഈ റൂമിലെത്തിയപ്പോഴാ താൻ കൊണ്ടുവച്ച സമ്മാനം ഞാൻ കാണുന്നത്. അത് ഷെൽഫിൽ വെച്ചിരിക്കായിരുന്നു. അപ്പോ കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ഞാൻ കണ്ടത് സ്വാതി ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഗിഫ്റ്റ് പാക്കറ്റാ. അതിലിരുന്നത് ആ കുർത്തയാ. അതെങ്ങനെ സംഭവിച്ചു? ഒരു കാര്യം ഉറപ്പാ, നമ്മൾ അറിയാതെ ഈ റൂമിൽ ഇടയ്ക്ക് ആരോ കയറിയിട്ടുണ്ട്. മനഃപൂർവ്വം ആരോ ഡ്രസ് പാക്കറ്റുകൾ തമ്മിൽ മാറ്റിവെച്ചതാ. അതാ സംഭവിച്ചത്. അല്ല, അങ്ങനെ മനഃപൂർവ്വം അത് പിന്നെ ആരാ? നമ്മൾ തമ്മിൽ അകലണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ. അത് സഞ്ജനയല്ലാതെ പിന്നെ വേറെ ആരാവനാ? അവൾ ആവാനേ വഴിയുള്ളൂ. സഞ്ജന ഇവിടെ വന്ന ഉടൻ ഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം ലച്ചുവിനോട് ചോദിച്ചുത്ര. അവള് ശുദ്ധഗതിക്ക് അവള് വാങ്ങിയ ഗിഫ്റ്റ് കാണിക്കുകയും ഡീറ്റെയിൽസ് ഒക്കെ പറയുകയും ചെയ്തു. ഇടയ്ക്ക് ലച്ചുവിന് അമ്മ ചോദ്യം ചെയ്തപ്പോ അവള് പറഞ്ഞതേ ഇതല്ല. അപ്പോ ഉറപ്പായി ഇതെല്ലാം ചെയ്തത് സഞ്ജന തന്നെയാ. ആ ദക്ഷയുടെ ഒത്താശ എല്ലാത്തിനും അവൾക്ക് ഉണ്ടാവും. സഞ്ജു അവളെ വിവാഹം കഴിക്കാത്തതിന്റെ വാശി അവക്ക്. അപ്പോ എങ്ങനെയും നമ്മളെ തമ്മിൽ വേർപിരിയണം. അതാ അവളുടെ അമ്മയുടെ ലക്ഷ്യം. ഞാൻ ഫംഗ്ഷന് എല്ലാവരുടെയും മുന്നില് വല്ലാതെ ചെറുതായി പോകുന്ന പോലെ തോന്നി. അപ്പോ എന്തോ സഞ്ജു എനിക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല. ഇതിന്റെ പേരില് മനസ്സുകൊണ്ട് ഞാൻ ലച്ചുവിനെ ഒരുപാട് കുറ്റപ്പെടുത്തി. സഞ്ജുവിനും വലിയ വിഷമം ഉണ്ടായല്ലേ? വിഷമിച്ചു, ഞാൻ ഒരുപാട് വിഷമിച്ചു. എല്ലാവരുടെ മുന്നിൽ വെച്ച് സ്വാതി പെട്ടെന്ന് ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയപ്പോ ഞാനെന്തോ അങ്ങ് ഇല്ലാണ്ടായി പോയ പോലെ തോന്നി. സോറി സഞ്ജു, അങ്ങനെ പറ്റിപ്പോയി. സോറി. ഏയ് സാരമില്ല സ്വാതി. ഇതെനിക്കൊരു പാഠമാ. ഇനി ഇങ്ങനെ ജീവിതത്തിൽ എന്ത് വന്നാലും ഞാൻ ഒരു നിമിഷം ആലോചിക്കും സഞ്ജു. സഞ്ജുവിന് എന്നോടുള്ള സ്നേഹത്തെ പറ്റി ഞാനപ്പോ ചിന്തിക്കും.
അപ്പോ എനിക്കിങ്ങനെ ഒരു അബദ്ധം ഇനി ഒരിക്കലും പറ്റില്ല. ജീവിതം അങ്ങനെയാ, പല പ്രതിസന്ധികളും ഉണ്ടാവും. പക്ഷേ സ്വാതി എനിക്കറിയാം, സ്വാതിക്കെന്നെ അതുപോലെ നമുക്ക് ആ പരസ്പര വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്നും സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിക്കാം. ഉറപ്പ്. ഗോവിന്ദ് പറയുന്നതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. തുറന്ന മനസ്സോടെ ഞാൻ പറയുക, എനിക്ക് അമ്മുവിനോട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. പക്ഷെ കൺമുന്നിൽ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ എങ്ങനെ സഹിക്കാനാവും? ഞാൻ എന്ത് വേണമെന്നാ സ്വാതിയുടെ അമ്മ പറയുന്നേ? അമ്മുവിന് വേണ്ടി നീ ഇത്രയും നേരം എന്നോട് വാദിച്ചതിൽ നിന്ന് നീ അവളെ ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇതിനു മുമ്പ് പ്രഭ ഈ കാര്യം എന്നോട് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാ മോനെ നിന്നെ വിളിപ്പിച്ചതും കാണാൻ വന്നതും. അമ്മുവിനെ നീ ഇത്രയും സ്നേഹിക്കുമ്പോ നിനക്ക് അവളെ എങ്ങനെ ഒരു കോമാളി വേഷം കെട്ടി മംഗലശ്ശേരി നിർത്താൻ കഴിയും? നീ ഇങ്ങനെ ഓടി നടന്നുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഞങ്ങൾ അനുഭവിക്കുന്ന വീർപ്പുമുട്ടൽ നീയും ഈ വിഷയത്തിൽ അനുഭവിക്കുന്നുണ്ട്. എന്താ ശരിയല്ലേ? നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. നിന്റെ മുത്തശ്ശനെ പോലെ ഒരാൾക്ക് പരിഹരിക്കാൻ കഴിയാത്തതാണോ അമ്മുവിന് സംഭവിച്ച ഓർമ്മ തകരാറ്? അമേരിക്കയിലെ ഡോക്ടർമാർ വരെ ശ്രീകുട്ടിയെ കൈയൊഴിഞ്ഞിട്ടും തിരുമേനി ശ്രീകുട്ടിക്ക് ഒരു പുനർജന്മം നൽകിയില്ലേ? അവിടെ ഏതോ ഒരു മെഡിക്കൽ ജേർണലിൽ തിരുമേനിയുടെ ഫോട്ടോ വെച്ചൊരു ആർട്ടിക്കിൾ വരെ വന്നു. മൂസ് തിരുമേനി മനസ്സ് വെച്ച അമ്മുവിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. എന്തുകൊണ്ട് തിരുമേനി അതിന് തയ്യാറാവുന്നില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ കാര്യം മുത്തശ്ശനോട് സംസാരിച്ചതാ. ലച്ചുവിനെ വേറൊരു ഡോക്ടറെ കാണിക്കുന്നത് കൊണ്ട് ആ വഴിക്ക് കാര്യങ്ങൾ പോകട്ടെ എന്ന ചിന്തയാ മുത്തശ്ശന്. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ല ഗോവിന്ദ്. അമ്മുവിനെ തിരിച്ചു കൊണ്ടുവരാൻ തിരുമേനിയിലൂടെ നിനക്ക് മാത്രമേ കഴിയൂ. നീ അവളെ മനയിലേക്ക് കൂട്ടിക്കൊണ്ടു പോണം. നിന്റെ പെണ്ണായിട്ട് അവളെ കൊണ്ടുപോകുന്നെന്ന് കരുതിയാ മതി. മോനെ, നിന്റെ കൂടെ എന്തിനും ഞങ്ങളുണ്ടാവും. അമ്മുനെ ഇപ്പൊ കൈവിടുകയല്ല ഞങ്ങൾ ചെയ്യുന്നത്. അവളെ ജീവന് തുല്യ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ എത്തിക്കാനാ ഞങ്ങൾ ശ്രമിക്കുന്നത്. ഈ വിഷയം ഞാൻ മുത്തശ്ശനോട് സംസാരിക്കാം. എന്നിട്ട് ഉടൻ തീരുമാനമെടുക്കാം. അവള് കുറെ കാലം മനയിൽ കഴിഞ്ഞതല്ലേ? തിരുമേനിക്ക് അമ്മു അന്യൊന്നും അല്ലല്ലോ. ഇനി ഇത് നീട്ടിക്കൊണ്ടു പോവാൻ ഞങ്ങൾക്ക് കഴിയില്ല. പ്രശ്നങ്ങൾ അത്രയ്ക്കും ഗുരുതരമായി കഴിഞ്ഞു. ഇനി നിന്നോട് ഞാനൊരു കാര്യം പറയാം. അമ്മുവിനെ മംഗലശ്ശേരിയിൽ നിന്ന് ഇറക്കാനുള്ള ചില പദ്ധതികൾ ഞാൻ പ്ലാൻ ചെയ്തു കഴിഞ്ഞു. ഇനി സെന്റിമെന്റ്സ് ഒന്നും ഈ വിഷയത്തിൽ ഉണ്ടാവില്ല. എനിക്കെന്റെ മോളുടെ ഭാവി നോക്കിയേ പറ്റൂ. അമ്മ മംഗലശ്ശേരി വിട്ടാ പിന്നെ ഗോവിന്ദ് അവളെ കണ്ടെന്നും വരില്ല. എനിക്ക് 1-2 ദിവസം സാവകാശം കൂടി സ്വാതിയുടെ അമ്മ തരണം. തന്നാ ഒരു ഉറപ്പ് പറയാൻ പറ്റുമോ നിനക്ക്? ഞാൻ ഉറപ്പ് തരുന്നു. ലച്ചുവിന്റെ മനയിലേക്ക് കൊണ്ടുപോയിരിക്കും. ഇന്ന് തന്നെ മംഗലശ്ശേരി ചെന്ന് ഞാൻ ശ്രീദേവിയമ്മയുടെ മുത്തശ്ശനോട് സംസാരിക്കാം.
നിങ്ങളുടെ മനസ്സ് സഞ്ചരിക്കുന്ന വഴികളൊക്കെ എനിക്ക് ഊഹിക്കാനാവും. ഞാൻ അറിയാതെ ലച്ചുവിനെ മംഗലശ്ശേരിയിൽ നിന്ന് ഇറക്കരുത്. വരാനുള്ളതൊക്കെ വന്നു. ഭാഗ്യം കൊണ്ടിപ്പോ ശ്രീകുട്ടി തിരിച്ചു വരികയും ചെയ്തു. ഇനി നീയെ ഇങ്ങനെയുള്ള കുരുത്തക്കേടൊന്നും കാണിക്കരുത്, കേട്ടോ ലച്ചു? ഞാൻ പറയുന്നത് വല്ല നീ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നീ ഇനി ശ്രീകുട്ടിയുടെ ആവശ്യമില്ലാത്ത സംസാരത്തിനൊന്നും പോകരുത്, മനസ്സിലായോ? സഞ്ജുട്ടാ, ഇത്രയും നേരം ഉപദേശിച്ചത് വെറുതെ. അവനെ കണ്ടപ്പോ അവളുടെ ഒരു ഇളക്കം കണ്ടില്ലേ? സഞ്ജുട്ടാ, ശ്രീകുട്ടി ചേച്ചിയുടെ പിണക്കൊക്കെ തീർന്നോ? ആ, വിരോധമൊന്നുമില്ല. ദേവി, നീ എന്റെ പ്രാർത്ഥന കേട്ടു. ഞാനേ ഒരു കാര്യം പറഞ്ഞ സഞ്ജുട്ടൻ കേക്കോ? എന്താ പറയാ? സഞ്ജുട്ടാ, ശ്രീകുട്ടി ചേച്ചിയെ നമുക്ക് പുറത്തേക്ക് കറങ്ങാനൊന്ന് കൊണ്ടുപോയാലോ? അങ്ങനെ ചേച്ചിയുടെ മനസ്സിൽ ഇനിയും വിഷമം ബാക്കിയുണ്ടെങ്കിൽ ബീച്ചിലൊക്കെ പോയി ഐസ്ക്രീം ഒക്കെ കഴിച്ചു വരുമ്പോ അതൊക്കെ അങ്ങ് ഇല്ലാണ്ടാവും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഐഡിയൊക്കെ കൊള്ളാം. പുറത്തെ ഒന്ന് പോയി വരുന്നതൊക്കെ കൊള്ളാം. പക്ഷേ പുറത്തേക്ക് പോകുന്നത് സഞ്ജുവും ശ്രീകുട്ടിയും മാത്രം മതി. മുത്തശ്ശി, ഇതാ ഞാൻ ഇത്രയും നേരം തത്തയ്ക്ക് ഓതുന്നത് പോലെ നിന്നെ ഉപദേശിച്ചുകൊണ്ടിരുന്നത്. അവര് രണ്ടുപേരും പോയാ മതി, നീ ഇവിടെ നിന്നാ മതി. സഞ്ജു, ശ്രീകുട്ടിയും കുട്ടി പുറത്തേക്കൊക്കെ പോയിട്ട് വാ, അതാ നല്ലത്. ആലോചിക്കാനൊന്നുമില്ല. അവളുടെ മനസ്സൊക്കെ ഒന്ന് നേരെ ആവട്ടടാ. സഞ്ജു ചെന്നേ, ഇനി വൈകണ്ട. ശ്രീകുട്ടിയും കുട്ടി പൊയ്ക്കോ. ശരി മുത്തശ്ശി. ആ, മോളെ, ഈ സമയത്ത് നീ പോയിരുന്ന ദൈവനാമം ജപിക്ക. നല്ലത് വരണേന്ന് ദേവിയോട് പ്രാർത്ഥിക്ക. ചെല്ല്. അല്ലെങ്കിലും മൂത്തവര് പറയുന്ന നീയൊന്നും കേൾക്കില്ലല്ലോ. എന്റെ ദേവി, ഈ മുത്തശ്ശി എപ്പോഴും എന്നോട് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എന്റെ ഭർത്താവിനൊപ്പം എവിടേക്കും പോവാൻ എനിക്കൊരു അവകാശമില്ലേ?
നിങ്ങള് പോയിട്ട് വരൂ. ലച്ചു വരുന്നോ? ലച്ചു വരുന്നുണ്ടെങ്കിൽ വന്നോളൂ അല്ലേ സഞ്ജു? ഇല്ല, ഞാൻ വരുന്നില്ല. നിങ്ങൾ പുറത്തേക്കാണെന്ന് തോന്നുന്നല്ലോ. അതെ, ഒന്ന് ഓഫീസിൽ തല കാണിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങും. ഔട്ടിങ് നല്ലതാ, എന്നാ സമയം കളയണ്ട. നിങ്ങൾ പോയിട്ട് വരൂ. ലച്ചുവിനെ ഞാൻ വിളിച്ചതാ, അവള് വരുന്നില്ല എന്ന് പറഞ്ഞു. ഗോവിന്ദ് വന്നത് നന്നായി. നിങ്ങൾ സംസാരിക്കാം. സഞ്ജു വാ. എന്നാ ശരി, കേറ്. അല്ല, ഡോക്ടർ എന്താ വന്നത്? എന്താ ലച്ചു, എനിക്കിങ്ങോട്ട് വരാൻ പാടില്ലേ? അതല്ല, സഞ്ജുവേട്ടനെ കണ്ടിട്ട് വന്ന കാര്യമൊന്നും പറഞ്ഞില്ല. ഞാൻ ഇവിടെയുള്ള എല്ലാവരെയും ഒന്ന് കാണാൻ വന്നതാ. എന്നാ അകത്തേക്ക് വന്നോളൂ. ഡോക്ടർ വരുന്നില്ലേ? വാ. ഇതാര് ഗോവിന്ദോ? ഈയിടെ ഇങ്ങോട്ടും കാണാറില്ലല്ലോ. വരാൻ വേണ്ടി പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടായില്ലല്ലോ, അതാ വരാഞ്ഞത്. ഇവിടെ ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ അറിയുന്നുണ്ടോ? എന്ത് കാര്യം? ഞാനൊന്നും അറിഞ്ഞില്ല. ആ ദേ നിൽക്കുന്നു ലച്ചു. ഇവളോട് തന്നെ ചോദിക്കും, പറഞ്ഞു തരും. എന്താ ലച്ചു, എന്താ കാര്യം? മുത്തശ്ശി ഇങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും സീരിയസ് മാറ്റർ ഉണ്ടാവുമല്ലോ. എന്തിനാ മുത്തശ്ശി നമ്മുടെ വീട്ടുകാര്യം വരുന്നവരോടൊക്കെ പറയുന്നേ? വരുന്നവരോ? അങ്ങനെയാണോ നമുക്ക് ഗോവിന്ദ്? ഗോവിന്ദ് കൂടിയല്ലേ ഇവളെ മനയില് മുത്തശ്ശന്റെ അടുത്ത് ചികിത്സയ്ക്ക് കൊണ്ടുപോയത്? അപ്പൊ ലച്ചു ഇവിടെ കാട്ടിക്കൂട്ടുന്നതൊക്കെ ഗോവിന്ദും അറിയണം. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഗോവിന്ദ് എന്തോ അത്യാവശ്യ കാര്യം പറയാൻ വന്നതാ. അതെന്താണെന്ന് ആദ്യം കേൾക്കട്ടെ. ഞാൻ മുത്തശ്ശനോട് ലച്ചുവിനെ കുറിച്ച് സംസാരിച്ചു. ലച്ചുവിന്റെ തലവേദന കുറയ്ക്കാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന മുത്തശ്ശൻ പറഞ്ഞത്. അപ്പോ ആയുർവേദം കൊണ്ട് അമ്മു പഴയ അവസ്ഥയിലാകൂ? അതെ, അതിന് സാധ്യതയുണ്ട്. മുത്തശ്ശൻ എന്നോട് ഉറപ്പിച്ചു പറഞ്ഞു. അതിന് എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ. ലച്ചുവിന്റെ തലവേദനയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇവളെ ചികിത്സയ്ക്ക് കൊണ്ടുപോയാ ഇവിടെ കുറച്ച് തലവേദന കുറയും, അത് ഉറപ്പാ. എന്ത് സംസാരം ഇത്? നീ ഒന്നും മിണ്ടാതിരിക്കേ. ഞാൻ പറയും. മുത്തശ്ശനും ഇവിടെയുള്ള മറ്റുള്ളവർക്കും സമ്മതമാണെങ്കിൽ
ഞാൻ ലച്ചുവിനെ മനയിൽ കൊണ്ടുപോയി ചികിത്സിക്കാം. ഗോവിന്ദ് പറഞ്ഞ നല്ല കാര്യമാ. എനിക്ക് സമ്മതമോ? എനിക്ക് 100 വട്ടം സമ്മതം. എന്താ ലച്ചു, പറഞ്ഞതെല്ലാം കേട്ടല്ലോ. നീ മൂസിന്റെ മനയിലേക്ക് പോവില്ലേ? തലവേദനയ്ക്ക് ചികിത്സിക്കല്ലേ, ഞാൻ പോവാൻ തയ്യാറാ. പക്ഷേ സഞ്ജുയുടെ സമ്മതിക്കണം. ശരി, ഗോവിന്ദ് സഞ്ജുവായി സംസാരിക്കും, ഉചിതമായ ഒരു തീരുമാനം എടുക്കും. കേട്ടല്ലോ? സഞ്ജുടൻ പറഞ്ഞ എനിക്ക് സമ്മതം. ഗോവിന്ദ് സഞ്ജുവായി സംസാരിക്കും, അതാ നല്ലത്. സഞ്ജു ഓഫീസിലല്ലേ, കാണാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓഫീസിലൊന്ന് കയറിയിട്ട് സഞ്ജു ശ്രീകുട്ടിയും കൂടി പുറത്തെവിടെയോ പോവും. എന്നാ എന്താ വേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ ഗോവിന്ദേ, ഇനി ഈ തീരുമാനം നീട്ടിക്കൊണ്ടു പോവല്ലേ. എത്രയും പെട്ടെന്ന് ഇവളെ മനയിലേക്ക് കൊണ്ടുപോണം. ശരി മുത്തശ്ശി. ആ